ഹലോ, നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ 10ാം ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവരക്കണക്ക് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യണത്. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഈസി ചാപ്റ്ററാണ്. നമുക്ക് എല്ലാവർക്കും എക്സാമിന് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്ററാണ്. ഇനി എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ടാവും, അതായത് നമ്പറോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. നമ്മൾ ആ തന്ന ഡാറ്റനെ കളക്ട് ചെയ്ത് നമ്മളൊരു ടേബിളാക്കി മാറ്റും. എന്നിട്ട് നമ്മൾ ആ ടേബിളിനെ അനലൈസ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? ഒരു സ്കൂളിലെ 8A ക്ലാസ്സിലെ 40 കുട്ടികളെ ബ്ലഡ് ഗ്രൂപ്പാണ് ഈ തന്നിട്ടുള്ളത്. ഓരോ കുട്ടികളെ അങ്ങനെ 40 കുട്ടികളെ ബ്ലഡ് ഗ്രൂപ്പാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഹൗ മെനി ചിൽഡ്രൻ ഹാവ് O നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ്? എത്ര ആൾക്കാർക്ക് O നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് ഉണ്ട്, എത്ര ആൾക്കാർക്ക് B നെഗറ്റീവ് ഉണ്ട്, എത്ര ആൾക്കാർക്ക് O പോസിറ്റീവ് ഉണ്ട്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എത്ര ആൾക്ക് O നെഗറ്റീവ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഡാറ്റയിലേക്ക് നോക്കും. എന്നിട്ട് ഇങ്ങനെ എത്ര ആൾക്കാർക്ക് ഉണ്ടെന്ന് ഇങ്ങനെ എണ്ണി നോക്കൂലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ B നെഗറ്റീവ് എത്ര ആൾക്കാർക്ക് ഉണ്ടെന്ന് ഇങ്ങനെ നോക്കും. അപ്പോൾ ഇങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് കുറച്ചധികം ടൈം കൺസ്യൂമിങ് ആണല്ലേ, അതായത് നമുക്ക് കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത് കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡാറ്റനെ ഒന്ന് ടേബിളാക്കും. ആ ടേബിളിന് പറയുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി ടേബിൾ. എന്താണ് പറയുക? ഫ്രീക്വൻസി ടേബിൾ, അതായത് ആവൃത്തി പട്ടിക എന്നാണ് മലയാളത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ തന്ന ഡാറ്റ നമുക്ക് ടേബിളാക്കാം. അപ്പോൾ ഈ ഫസ്റ്റത്തെ കോളത്തിൽ നമുക്ക് ഉണ്ടാവുക നമുക്ക് തന്ന സംഭവമാണ്, അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ബ്ലഡ് ഗ്രൂപ്പ്സ് ആണല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കോളത്തിൽ എന്താണ്? ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ്. രണ്ടാമത്തെ കോളത്തിലോ ടാലി മാർക്സ് ആണ്, അതായത് അടയാളം. മൂന്നാമത്തെ കോളത്തിലോ നമ്പർ ഓഫ് ചിൽഡ്രൻ, ഇത് കുട്ടികളുടെ എണ്ണം അല്ലേ. ഇനി നമുക്ക് ഓരോന്നിങ്ങനെ ചെയ്യാം. നമ്മൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ ബ്ലഡ് ടൈപ്പാണ് കാണാൻ കഴിയുന്നത്? ഇതിൽ A പോസിറ്റീവ് ഉണ്ട്, A പോസിറ്റീവ് ഉണ്ട്, B പോസിറ്റീവ് ഉണ്ട്, AB പോസിറ്റീവ് ഉണ്ട്, O പോസിറ്റീവ് ഉണ്ട്, B നെഗറ്റീവ് ഉണ്ട്, AB നെഗറ്റീവ് ഉണ്ട്, O നെഗറ്റീവ് ഉണ്ട് അല്ലേ. ഫസ്റ്റത്തെ കോളത്തിൽ നമ്മൾ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പാണെന്ന് എഴുതി. ഇനി നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിവിടെ നോക്കുക. ഈ ഡാറ്റയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആദ്യം O പോസിറ്റീവ് ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കുക? O പോസിറ്റീവിൻ്റെ നേരെ ഇവിടെ ഒരു ടാലി മാർക്ക് ഇടുക, ഇങ്ങനെ ഒരു അടയാളം ഇടുക. നെക്സ്റ്റ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ B പോസിറ്റീവ് ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ B പോസിറ്റീവിൻ്റെ നേരെ ഒരു ടാലി മാർക്ക് ഇടാം. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് എന്താക്കാം, ഓരോന്നും നോക്കി ഇങ്ങനെ ടാലി മാർക്ക് ഇട്ട് ഇങ്ങനെ പോവാം. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിവിടെ A പോസിറ്റീവ് നേരെ ഇതിൽ തന്നെ കൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ A പോസിറ്റീവ് ആണ്, അപ്പോൾ നമുക്ക് ഇതിൽ എത്ര A പോസിറ്റീവ് ഉണ്ട് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 7 8 8 ആൾക്കാർക്ക് ഇവിടെ എന്തുണ്ട്? A പോസിറ്റീവ് ബ്ലഡ് ടൈപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 8 ടാലി മാർക്ക് ഇടണം. A പോസിറ്റീവ് 8 കുട്ടികൾക്കാണുള്ളത്. അപ്പോൾ നമ്മൾ 8 ടാലി മാർക്ക് ഇടും. അപ്പോൾ നമ്മളിങ്ങനെ ഇടാം 1 2 3 4. ഇനി അഞ്ചാമത്തെ ടാലി മാർക്ക് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ടാണ് ഇടുക. എന്തിനാന്ന് വെച്ചാൽ അപ്പോൾ നമുക്കിങ്ങനെ 5 ഒറ്റയടിക്ക് കൗണ്ട് ചെയ്യാം അല്ലേ. ഇനി ബാക്കി 6 7 8. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് B പോസിറ്റീവ് എത്ര ആൾക്കാർക്ക് ഉണ്ട് എന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 1 2 3 4 5 6 7 7 കുട്ടികൾക്ക് എന്താണ്? B പോസിറ്റീവ് ബ്ലഡ് ടൈപ്പാണ് ഉള്ളത് അല്ലേ. 5 6 7. ഈ നെക്സ്റ്റ് AB പോസിറ്റീവ് എത്ര ആൾക്കാർക്ക് ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 5 കുട്ടികൾക്ക് എന്താണ്? AB പോസിറ്റീവ് ബ്ലഡ് ടൈപ്പാണ്. നെക്സ്റ്റ് O പോസിറ്റീവ് എത്ര ആൾക്കാർക്ക് ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇതവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 പേർക്ക് എന്താണ്? O പോസിറ്റീവ് ബ്ലഡ് ടൈപ്പ് ആണല്ലേ. അപ്പോൾ നമുക്ക് ടാലി മാർക്ക് ഇടാം. 5 10 14 ആൾക്കാർക്ക് എന്തുണ്ട്? O പോസിറ്റീവ് ബ്ലഡ് ടൈപ്പ് ഉണ്ട്. ഇനി നമുക്ക് B നെഗറ്റീവ് എത്ര ആൾക്കാർക്ക് ഉണ്ട് നോക്കി നോക്കാം. 1 2 3 പേർക്കാണ് B നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്. ഓക്കെ, 3 പേർക്കാണ്. ഇനി AB നെഗറ്റീവോ? AB നെഗറ്റീവ് ഇതാ 1 2 പേർക്കാണ് AB നെഗറ്റീവ് ഉള്ളത്. ആൻഡ് O നെഗറ്റീവ് ഒരാൾക്ക് മാത്രമേ O നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് ഉള്ളൂ അല്ലേ.
ഇനി നമ്മൾ ഈ ഒരു കോളത്തിൽ ഈ ടാലി മാർക്ക് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതാണ് വേണ്ടത്. അപ്പോൾ ഇത് എത്ര ഉണ്ട്? 5, 6, 7, 8 അല്ലേ? ഇതോ 7, ഇവിടെ 5, ഇതോ ഓ പോസിറ്റീവ് 14 പേർക്ക്, ഇത് 1, 2, 3 പേർക്ക്. എ ബി നെഗറ്റീവോ 2 പേർക്ക് ആൻഡ് ഓ നെഗറ്റീവ് ഒരാൾക്കാണല്ലേ ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫ്രീക്വൻസി ടേബിൾ കിട്ടി. നമ്മൾ ഈ ഫ്രീക്വൻസി ടേബിൾ ഇത് എഴുതുമ്പോൾ അല്ലേ ഇങ്ങനെ ഓരോന്നിങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ സർക്കിൾ ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് വെട്ടിടുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. എന്തിനാന്ന് വെച്ചാൽ എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൗണ്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ മിസ് ചെയ്യാനും ചാൻസ് ഉണ്ടല്ലേ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്ത് കൂടെ. അപ്പോൾ ഹൗ മെനി ചിൽഡ്രൻ ഹൗ ഓ നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ്, എത്ര കുട്ടികൾക്ക് ഓ നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നേരെ ഫ്രീക്വൻസി ടേബിളിലോട്ട് നോക്കുക. ഓ നെഗറ്റീവ് ഇതാ, ഓ നെഗറ്റീവ് എത്ര ആൾക്കാർക്കുണ്ട്? ഒരാൾക്ക് മാത്രമേ, ഒരു കുട്ടിക്ക് മാത്രമേ എന്തുള്ളൂ ഓ നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് വരുന്നുള്ളൂ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഹൗ ബി നെഗറ്റീവ്, ബി നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് എത്ര ആൾക്കാർക്ക് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് അവിടെ ബി നെഗറ്റീവ് ഫ്രീക്വൻസി ടേബിളിലേക്ക് വരിക, ബി നെഗറ്റീവ് നോക്കുക. 3 പേർക്കാണ് ബി നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് ഉള്ളത്. പിന്നെ ഹൗ മെനി ഹൗ ഓ പോസിറ്റീവ് ബ്ലഡ് ടൈപ്പ്, എത്ര പേർക്ക് ഓ പോസിറ്റീവ് ഉണ്ട്? ഇതാ ഇവിടെ 14 കുട്ടികൾക്ക് എന്തുണ്ട്? ഓ പോസിറ്റീവ് ബ്ലഡ് ടൈപ്പ് ഉണ്ട്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ബ്ലഡ് ടൈപ്പ് ഡു ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൗ, ഏത് രക്തഗ്രൂപ്പുള്ളവരാണ് ഏറ്റവും കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ 14 പേർക്ക് എന്തുണ്ട്? ഓ പോസിറ്റീവ് ഉണ്ട്. അതല്ല ഏറ്റവും കൂടുതലുള്ള ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത്. 40 കുട്ടികളിൽ 14 ആൾക്കാർക്ക് എന്താണ്? ഓ പോസിറ്റീവ് ബ്ലഡ് ടൈപ്പാണ്. ഇനി ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കുറവുള്ള ബ്ലഡ് ടൈപ്പ് ഏതാണെന്നാണ്. ഏറ്റവും കുറവ് കുട്ടികൾക്ക് വരുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണ്? ഇതാ ഇവിടെ ഇതാ ഓ നെഗറ്റീവ്, ഇതാ ഓ നെഗറ്റീവ് ഒരു കുട്ടിക്ക് മാത്രമേ ഓ നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് ഉള്ളൂ അല്ലേ. അപ്പോൾ ഓ നെഗറ്റീവാണ് ഏറ്റവും കുറവ് വരുന്നത്. നമുക്ക് ഈ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനൊക്കെ പെട്ടെന്ന് ആൻസർ കിട്ടിയല്ലേ. അപ്പോൾ ഇനി ഈ ഫ്രീക്വൻസി ടേബിൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുക. ഇത് ഈസി അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ടും ഈ ഫ്രീക്വൻസി ടേബിളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ ഈ ചാപ്റ്റർ ഫുൾ ഈസി തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ 50 ഹൗസ് ഹോൾഡ് ഓഫ് എ വില്ലേജ് ആർ ലിസ്റ്റഡ് ബിലോ. അതായത് ഒരു ഗ്രാമത്തിലെ 50 കുടുംബങ്ങളിലെ അംഗങ്ങളുടെ എണ്ണമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഒരു കുടുംബത്തിൽ 8 ആൾക്കാരുണ്ട്, ഒരു കുടുംബത്തിൽ 6 ആൾക്കാരുണ്ട്, അടുത്ത കുടുംബത്തിൽ 9 ആൾക്കാരുണ്ട്. അങ്ങനെ 50 കുടുംബങ്ങളിൽ എത്ര ആൾക്കാരുണ്ടെന്നാണ് ഈ തന്നിട്ടുള്ള ഡാറ്റ അല്ലേ. അതിന് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ ആവർത്തി പട്ടിക ഉണ്ടാക്കും, ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കും. അപ്പോൾ ഫസ്റ്റത്തെ കോളത്തിൽ നമുക്ക് തന്ന ഡാറ്റയാണ് എഴുതേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ? നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് അംഗങ്ങളുടെ എണ്ണാണ് അല്ലേ. നെക്സ്റ്റ് കോളത്തിലോ ടാലി മാർക്സ്, അതായത് അടയാളം അല്ലേ. മൂന്നാമത്തെ കോളത്തിൽ എന്താണ്? നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് ആണ്, അതായത് എത്ര കുടുംബങ്ങളിൽ അതുണ്ടെന്നാണ് അല്ലേ. നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് അതായത് കുടുംബങ്ങളുടെ എണ്ണം. ഓക്കെ, ഇനി നമ്മൾ തന്ന ഈ ഡാറ്റയിലേക്ക് നോക്കുക. ഇതിൽ ഏറ്റവും ചെറുതായിട്ട് നിങ്ങൾ കാണുന്ന നമ്പർ ഏതാണ്? 2 അല്ലേ. ഏറ്റവും ചെറുതായിട്ട് കാണുന്നത് 2 ആണല്ലോ. അപ്പം നമ്മൾ ഫസ്റ്റ് കോളത്തിൽ 2 എഴുതും. ഇനി നമ്മൾ ഏറ്റവും വലിയ നമ്പർ ഏതാണ് ഇതിൽ കാണുന്നത്? ഏറ്റവും കൂടുതൽ അംഗങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? ഇതവിടെ 13 അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കും? 13 എന്ന് ലാസ്റ്റ് കോളത്തിലും എഴുതും. എന്നിട്ട് ബാക്കി നമുക്ക് എഴുതാം. 3 ആൾക്കാർ വരുന്നതുണ്ട്, 4 വരുന്നതുണ്ട്, 5 വരുന്നതുണ്ട്, 6 ഉണ്ട്, 7 വരുന്നതുണ്ട്, 8 ഉണ്ട്, 9 വരുന്നതുണ്ട്, 10 വരുന്നുണ്ട്. 11ഉം 12ഉം വരുന്നതില്ല, അതുകൊണ്ടാണ് മിസ് ഇതിന്ന് ഒഴിവാക്കിയത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ടാലി മാർക്സ് ഇടാം. ഫസ്റ്റ് നമുക്ക് 2 ആൾക്കാർ 2 കൗണ്ട് ചെയ്യാം. എത്ര കുടുംബങ്ങളിൽ 2 ആൾക്കാരുണ്ട് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം, ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ടാലി മാർക്സ് ഇട്ട് പോവാം. അതിനേക്കാളും ഒന്നും കൂടി സുഖം എന്ന് തോന്നുന്നത് നമുക്ക് ഓരോന്നും ഇങ്ങനെ കൗണ്ട് ചെയ്തെടുക്കണമായിരിക്കും. കൗണ്ട് ചെയ്യണത് നമ്മൾ എന്തെങ്കിലും സർക്കിൾ ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് 2 ആൾക്കാർ എത്ര ഉണ്ട് നോക്കി നോക്കാം. ഫസ്റ്റ് 1, 2, 3, 4, 5 കുടുംബങ്ങളിലാണ് എന്ത് 2 ആൾക്കാർ വരുന്നത് അല്ലേ. 5 കുടുംബങ്ങളിൽ 2 ആൾക്കാർ വരുന്നുണ്ട്. ഇനി 3 ആൾക്കാർ എത്ര കുടുംബങ്ങളിലാണ് വരുന്നത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 കുടുംബങ്ങളിൽ എന്തുണ്ട്? 3 ആൾക്കാരാണുള്ളത്. ഓക്കെ,
11 കുടുംബങ്ങളിൽ 3 ആൾക്കാർ. ഇനി നാലാൾക്കാരുള്ള എത്ര കുടുംബങ്ങളുണ്ട് നോക്കിയാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 9 കുടുംബങ്ങളിൽ എന്തുണ്ട്? 4 ആൾക്കാരുണ്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, എത്ര കുടുംബങ്ങളിലാണ്? 9 കുടുംബങ്ങളിൽ 4 ആൾക്കാരാണ് ഉള്ളത്. ഇനി 5 ആൾക്കാരുള്ള എത്ര കുടുംബങ്ങളുണ്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും 6 എന്ന് കിട്ടും. നമുക്ക് നോക്കി നോക്കാം. 6 കുടുംബങ്ങളിൽ എന്താണ്? 5 ആൾക്കാരാണുള്ളത്. 1 2 3 4 5 6. 6 കുടുംബങ്ങളിൽ എന്തുണ്ട്? 5 പേരാണല്ലേ ഉള്ളത്. 6 കുടുംബങ്ങളിൽ 5 പേരാണുള്ളത്. ഇനി നെക്സ്റ്റ് അതുപോലെ 6 കുടുംബങ്ങളിലുള്ള 6 പേര് തന്നെയാണ് ഉള്ളത്. ഓക്കെ, നിങ്ങളിങ്ങനെ നോക്കി നോക്കാം. 6 കുടുംബങ്ങളിലെ 6 പേര് തന്നെയാണ് ഉള്ളത്. അതായത് 6 കുടുംബങ്ങളിലും 6 പേരാണുള്ളത്. ഇനി നെക്സ്റ്റ് എന്താണ്? 7 കുടുംബങ്ങളിൽ എത്ര ആൾക്കാരുണ്ട് നോക്കി നോക്കാം. 1 2 3 4 5. അപ്പോൾ എന്താണ്? 7 പേരുള്ള 5 കുടുംബങ്ങളുണ്ട്. ഓക്കെ, ഇനി 8 കുടുംബങ്ങളുള്ള എത്ര ആൾക്കാരുണ്ട്? 1 2 3 പേരാണ്. 3 കുടുംബങ്ങളിലാണ് 8 ആൾക്കാരുള്ളത്. അതുപോലെ തന്നെ 9 കുടുംബങ്ങളുള്ള 3 പേര് തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇനിയോ 10 കുടുംബമുള്ളത് ആകെ ഒരു കുടുംബത്തിൽ മാത്രമേ 10 ആൾക്കാരേ ഉള്ളൂ. അതുപോലെ തന്നെ 13 ആൾക്കാരുള്ള ഒറ്റൊരു കുടുംബം തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ 1. അപ്പോൾ നമുക്കിനി ഈ കുളത്തിൽ ഈ ടാലി മാർക്സ് കൗണ്ട് ചെയ്ത് ചെയ്താൽ 3 കുടുംബങ്ങളിൽ എത്ര ആൾക്കാരാണുള്ളത്? 11. ഇവിടെ 9 6, ഇവിടെയും 6, ഇത് 5, ഇത് 3 3 1 1. നമ്മൾ ടാലി മാർക്സ് കൗണ്ട് ചെയ്ത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ മെനി ഹൗസ് ഹോൾഡ് ഹാവ് ജസ്റ്റ് 2 മെമ്പേഴ്സ്? വെറും 2 പേര് മാത്രമുള്ള എത്ര കുടുംബങ്ങളാണ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, 2 അംഗങ്ങളുള്ള എത്ര കുടുംബം ഉണ്ട്? അവിടെ 5 കുടുംബങ്ങളിൽ എന്താണ്? 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? 5 കുടുംബങ്ങളിൽ 2 പേരാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഹൗസ് ഹോൾഡ് ഹാവ് 4 ഓർ ലെസ്? 4 അതിൽ കുറവോ അംഗങ്ങളുള്ള എത്ര ആൾക്കാരുണ്ടെന്നാണ് എത്ര കുടുംബങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 അതിൽ കുറവോ എന്ന് പറയുമ്പോൾ 4 വരും 3 വരും 2 വരും അല്ലേ. അപ്പോൾ എത്ര കുടുംബങ്ങളിൽ? 4 3 2 ആൾക്കാരുണ്ട്. ഇവിടെ നോക്കുക, 4 അംഗങ്ങളുള്ള 9 കുടുംബമുണ്ട് അല്ലേ. അതുപോലെ തന്നെ 3 അംഗങ്ങളുള്ള 11 കുടുംബമുണ്ട്. അതുപോലെ തന്നെ 2 അംഗങ്ങളുള്ള 5 കുടുംബങ്ങളുണ്ട്. അപ്പോൾ 25 കുടുംബങ്ങളിൽ എന്താണ്? 4 അതിൽ കുറവോ അംഗങ്ങളാണുള്ളത് അല്ലേ. നെക്സ്റ്റ് ആണെന്ത്? ഹൗ മെനി ഹൗസ് ഹോൾഡ് ഹാവ് 10 ഓർ മോർ? 10 അതിൽ കൂടുതലോ അംഗങ്ങളുള്ള എത്ര കുടുംബം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10 അതിൽ കൂടുതലോ എന്ന് പറയുമ്പോൾ 10 വരും, 13 അംഗങ്ങളുള്ള കുടുംബം വരും അല്ലേ. അപ്പോൾ എന്താണ്? 10 അംഗങ്ങളുള്ള ഒരു കുടുംബമുണ്ട്, 13 അംഗങ്ങളുള്ള ഒരു കുടുംബമുണ്ട്. അപ്പോൾ എന്താണ്? 2 കുടുംബങ്ങളിൽ 10 അതിൽ കൂടുതലോ അംഗങ്ങൾ വരുന്നുണ്ട്. ഇനി ഹൗസ് ഹോൾഡ് ഓഫ് വാട്ട് സൈസ് ഒക്കർ ദ മോസ്റ്റ്? അതായത് എത്ര അംഗങ്ങളുള്ള കുടുംബമാണ് കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, 11 അല്ലേ. 3 അംഗങ്ങളുള്ള കുടുംബങ്ങൾ എത്ര ഉണ്ട്? 11 ഉണ്ട്. 11 കുടുംബങ്ങളിൽ 3 അംഗങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്? ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിലുള്ള ഏറ്റവും അംഗങ്ങളുള്ള കുടുംബങ്ങൾ ഏതാണ്? 3 അല്ലേ. അതായത് 11 കുടുംബങ്ങളിൽ നമുക്ക് എന്താണ്? 3 പേരാണുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? അപ്പോൾ ഈസി ആണല്ലേ ഈ ചാപ്റ്റർ. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ ബാക്കി. അപ്പോൾ ഓക്കെ.